ഷലോം. യെരുശലേമിന്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് വീണ്ടും ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ കാണുന്നത് ദ റൂം ഓഫ് ലാസ്റ്റ് സപ്പർ, യേശുവിന്റെ അന്ത്യ അത്താഴം കഴിച്ച മുറി. സിനാക്കിൾ എന്നും സെഹിയോൻ മാളികമുറി എന്നും അതിന് മറ്റ് രണ്ട് പേരുകളുണ്ട്. നമുക്കറിയാം, യേശുവിന്റെ ക്രൂശീകരണം നടന്നത് ഒരു വെള്ളിയാഴ്ചയാണ്. അതിന്റെ തൊട്ടു മുൻപത്തെ ദിവസം വ്യാഴാഴ്ച യഹൂദന്മാരുടെ പ്രധാന പെരുന്നാളായ പെസഹ പെരുന്നാളായിരുന്നു. അന്ന് യേശു തന്റെ ശിഷ്യന്മാരുമായിട്ട് പെസഹ ആചരിക്കുവാൻ നമ്മളിപ്പോൾ നിൽക്കുന്ന സിയോൻ കുന്നിന്റെ മുകളിൽ ഉള്ള ഒരു മാളിക മുറിയിലാണ് പെസഹ ആചരിച്ചത്. നമുക്ക് അതിന്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് പ്രവേശിക്കാം. ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ മുറി എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാലും യേശു തന്റെ ശിഷ്യന്മാരുമായിട്ട് പെസഹ ആചരിക്കുവാൻ കടന്നു വന്ന മുറിയുടെ എക്സാക്റ്റ് ലൊക്കേഷനിലേക്കാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്. നമുക്ക് ആ മുറിയിലേക്ക് കടന്നാലോ? യേശു അന്ത്യ അത്താഴം നടത്തിയ മുറിയാണ് നമ്മളിവിടെ പുറകിൽ കാണുന്നത്. യേശു അന്ത്യ അത്താഴം നടത്തുന്നതിന് മുൻപായിട്ട് ചെയ്ത ഒരു പ്രവൃത്തി ശിഷ്യന്മാരെ വളരെ ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു. അത് മറ്റൊന്നുമല്ല, തൻ്റെ 12 ശിഷ്യന്മാരുടെയും കാൽ യേശു കഴുകിയെന്നുള്ളതാണ്. യോഹന്നാൻ 13:14 യേശു പറയുന്നു, ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാണ്. ക്രിസ്ത്യൻ ലീഡർഷിപ്പിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് ഉള്ളത് സെർവന്റ്ഹുഡ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം എന്നുള്ളതാണ് യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ദാസന്റെ മനോഭാവത്തോടുകൂടി മാത്രമേ ക്രിസ്ത്യൻ ലീഡർ ആയിരിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാൽ കഴുകുക എന്നുള്ളത് ബിബ്ലിക്കൽ ടൈംസിന്റെ ഒരു പ്രാക്ടീസ് ആയിരുന്നു. ഒരു അതിഥിയെ ആ വീട്ടിലെ ഉടമസ്ഥൻ ബഹുമാനിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിരുന്നു കാൽ കഴുകൽ എന്നുള്ള ഒരു ശുശ്രൂഷ. എന്നാൽ കാൽ കഴുകിയിരുന്നത് ആ വീട്ടിലെ അടിമയായിരുന്നു. എന്നാൽ ഇവിടെ ശിഷ്യന്മാർ ആശ്ചര്യപ്പെടുവാൻ കാരണം യേശു, ഗുരുവായിരുന്ന യേശു തങ്ങളുടെ കാൽ കഴുകി എന്നുള്ളതാണ്. യഹൂദന്മാരുടെ പെസഹായുടെ ഈവനിങ് മീല് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരം 7 മണിക്കാണ്. യേശുവും തൻ്റെ ശിഷ്യന്മാരും ഈ മാളിക മുറിയിൽ വിരിച്ചൊരുക്കിയ ഒരു ടേബിളിൽ, യു ഷേപ്പായിട്ടുള്ള ഒരു ടേബിളിൽ യേശുവും തൻ്റെ 12 ശിഷ്യന്മാരും ഇരുന്ന് ഒരുമിച്ചാണ് അത്താഴം കഴിച്ചത്. ഈ അത്താഴത്തിൻ്റെ ഒരു പ്രത്യേകത, അടുത്ത 24 മണിക്കൂറിൽ തനിക്കെന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് യേശുവിന് അറിയാമായിരുന്നു. 2 പ്രവചനങ്ങളും കൂടി യേശു അവിടെ പറയുന്നുണ്ട്. അതിലൊന്ന്, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തത്, നാളെ പ്രഭാതം കോഴി കൂവും മുൻപേ പത്രോസ് യേശുവിനെ തള്ളി പറയുമെന്നുള്ള 2 പ്രവചനങ്ങളും കൂടി ഈ ഒരു മുറിയിൽ മുഴങ്ങിക്കേട്ടതായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു മുറിയുടെ പ്രത്യേകത. യഹൂദന്മാർ പെസഹ ആചരിക്കുമ്പോൾ അവർ അത്താഴത്തിൽ പുളിപ്പില്ലാത്ത അപ്പം, വീഞ്ഞ്, പെസഹ കുഞ്ഞാടിനെ അറക്കപ്പെട്ട പെസഹ കുഞ്ഞാടിന്റെ മാംസം കൈപ്പിച്ചീരിയോടുകൂടിയാണ് കഴിക്കുന്നത്. ഏകദേശം അതേ മാതൃകയിലുള്ള ഒരു പെസഹായാണ് യേശു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഈ മാളിക മുറിയിൽ കഴിച്ചത്. യഹൂദന്മാരുടെ ഈ പെസഹയുടെ അത്താഴം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം സൂര്യാസ്തമയത്തിന് ശേഷം 7 മണിയോടുകൂടിയാണ്. ഏകദേശം 2-3 മണിക്കൂർ ഈ ഒരു അത്താഴം നീണ്ടു നിൽക്കും. മിസ്രൈം അടിമ വീടായിരുന്ന മിസ്രൈമിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു കൊണ്ടുവന്ന അത്ഭുതങ്ങളും അതിൻ്റെ പാട്ടുകളും അതിൻ്റെ വചനങ്ങളും എല്ലാം അവർ ഉരുവിടുകയും അതിനോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു 2-3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥനയും ഭക്ഷണവുമായിട്ടുള്ള ഒരു രീതിയാണ് ഈ പെസഹായിലൂടെ യഹൂദന്മാർ ആചരിക്കുന്നത്.
ചരിത്രത്തിൻ്റെ നാൾവഴികളിൽ നടന്ന ചില പ്രധാന സംഭവങ്ങൾ കൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. ഈ മാളികമുറി 1524 ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് മുസ്ലിം ചക്രവർത്തിയായിരുന്ന മഹാനായ സുൽത്താൻ സുലൈമാൻ ഇത് ഒരു മോസ്ക് ആക്കി മാറ്റി. ഈ മുറിയുടെ തെക്കു ഭാഗത്ത് ഒരു മെഹ്റബ് അല്ലെങ്കിൽ മോസ്കിൻ്റെ അൾത്താര അതിൻ്റെ ഭാഗമായി സ്ഥാപിച്ചു. ഈ മെഹ്റബ് മെക്ക, മെദീന എന്നീ പട്ടണങ്ങൾക്ക് അഭിമുഖമായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. മാത്രമല്ല മുസ്ലിം എഴുത്തുകളുള്ള ചില ഫലകങ്ങളും നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഈ നിൽക്കുന്ന തൂണിനും ഒരു കഥ പറയാനുണ്ട്. ഇത് ക്രൂസൈഡർ കാലത്തിൽ ഇവിടെ സ്ഥിതി ചെയ്തിരുന്ന ചർച്ചിൻ്റെ ഒരു ഭാഗമാണ്. കല്ലിൽ കൊത്തിയ 3 ഞാറപക്ഷികൾ, അമ്മ പക്ഷി നടുക്കും ഇടതും വലതുമായ 2 കുഞ്ഞ് ഞാറപക്ഷികൾ. ഈ കുഞ്ഞു പക്ഷികൾ നടുക്കു നിൽക്കുന്ന അമ്മ പക്ഷിയുടെ രക്തവും മാംസവും ഭക്ഷിക്കുന്നു. ഈ ശില്പത്തിൻ്റെ കൊത്തുപണി ബൈബിളിലെ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 19-20 വേദഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയുടെ പ്രധാന ഭാഗമായ കുർബാന അല്ലെങ്കിൽ കർത്തൃമേശ, ഇതിൽ വായിക്കുന്ന ഈ തിരുവചനങ്ങളുടെ ഉറവിടം ഈ മുറിയിലാണ് ആദ്യം മുഴങ്ങിക്കേട്ടത്. ആ വേദഭാഗങ്ങൾ ഞാൻ ഈ ഒരു അവസരത്തിൽ ഇവിടെ ഉദ്ധരിച്ചു കൊള്ളട്ടെ. പിന്നെ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്കു വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്കു വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമം ആകുന്നു. ഒരു ഒലിവ് വൃക്ഷത്തിൻ്റെ മാതൃക കൂടി ഇവിടെ ഉണ്ട്. ഇത് ഗെത്സമന തോട്ടത്തെ പ്രതിനിധീകരിക്കുന്നു. മുന്തിരി വീഞ്ഞിനെയും ഗോതമ്പ് അപ്പത്തെയും പ്രതിനിധീകരിക്കുന്നു. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില പ്രധാന സംഭവങ്ങളും നടന്നത് ഈ മുറിയിൽ വെച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് ഈ മുറിയിൽ വെച്ചാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ യൂദാസിന് പകരം മത്തിയാസിനെ ചീട്ടിട്ട് തിരഞ്ഞെടുത്തത് ഈ മുറിയിൽ വെച്ചാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ മാളിക മുറിയിൽ കൂടി വന്നിരുന്ന 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതും ഈ മുറിയിൽ വെച്ചാണ്. ദ റൂം ഓഫ് ലാസ്റ്റ് സപ്പറിന്റെ അത്ഭുതകരമായ കാഴ്ചകൾ നമ്മൾ കണ്ടല്ലോ. വീണ്ടും യെരുശലേമിന്റെ കാഴ്ചകളിലേക്ക് നമ്മൾ കടക്കുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.